മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ അതിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതിന് നാർസിസ്റ്റിക് എന്ന പേര് വന്നത്? നമുക്ക് നോക്കാം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നാർസിസ്റ്റിക് ഡിസോർഡർ, അതിന് നാർസിസ് എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഗ്രീക്ക് പുരാണ കഥയിൽ നിന്നാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് അറിയുമ്പോൾ ഈ കഥ കൂടെ അറിയുന്നത് നല്ലതായിരിക്കും. നാർസിസസ് ഒരു ഗ്രീക്ക് കഥാപാത്രമാണ്. അതീവ സുന്ദരനായിരുന്നു നാർസിസസ്. നാർസിസസ് ഒരു ഗ്രീക്ക് പുരാണ കഥാപാത്രമാണ്. അതീവ സുന്ദരനായിരുന്നു നാർസിസസ്. നാർസിസത്തിന്റെ ജനനത്തിന് പിന്നിൽ ഒരു പ്രവചനമുണ്ട്. നാർസിസത്തിന്റെ ജനനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാവായ ലിരിയോപ്പ ഭാവി പ്രവാചകനായിരുന്ന തിരോസോസിനോട് ചോദിച്ചു, എന്റെ മകന് ദീർഘായുസ്സുണ്ടാകുമോ എന്ന്. ഭാവി പ്രവാചകനായിരുന്ന തിരോസിയാസിന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: അവൻ ഒരിക്കലും അവന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം കാണാത്തിടത്തോളം കാലം അവന് ദീർഘായുസ്സുണ്ടായിരിക്കും എന്നായിരുന്നു. നാർസിസ് വളർന്നു വന്നപ്പോൾ അനവധി സ്ത്രീകളും പുരുഷന്മാരും അവനെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്തു. എന്നാൽ നാർസിസസ് ആരെയും സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ചെയ്തില്ലെന്നു മാത്രമല്ല, അവരെയെല്ലാം അവഗണിക്കുകയും ചെയ്തു. ഒരു ദിവസം പർവ്വതത്തിന്റെ ദേവതയായിരുന്ന ഇക്കോ നാർസിസിനെ സ്നേഹിക്കുന്നതായും പ്രണയിക്കുന്നതായും അറിയിച്ചു. എന്നാൽ നാർസിസസ് ആവട്ടെ പർവ്വതത്തിന്റെ ദേവതയായ എക്കോയെ പ്രണയിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, എക്കോയെ അവഗണിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു. പ്രണയ നൈരാശ്യം മൂലം എക്കോ പിന്നീട് അങ്ങോട്ട് നിരന്തരമായി ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പ്രതിധ്വനി മാത്രമായി മാറി. എന്നാൽ പർവ്വതത്തിന്റെ ദേവതമാർക്ക് നാർസിസസ് ഇക്കോയോട് കാണിച്ച ഈ ക്രൂരത ഒട്ടും തന്നെ സഹിക്കാനായില്ല. അവർക്ക് നാർസിസിനോട് ദേഷ്യം തോന്നുകയും അവർ അവനെ പിടിച്ചുകൊണ്ടുപോയി ഒരു തടാകത്തിന്റെ അടുത്തെത്തിക്കുകയും ചെയ്തു. പർവ്വതത്തിന്റെ ദേവതമാർ നാർസിസസിന് നല്ല പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അവർ അവനെ തടാകക്കരയിൽ കൊണ്ടിട്ടു. നാർസിസസ് വെള്ളത്തിൽ തന്റെ പ്രതിഫലനം കണ്ടു. വളരെ സുന്ദരനായ ഒരു യുവാവ്. അവനെ കണ്ട് അവൻ ഭ്രമിച്ചു. അവനോട് സ്വയം പ്രണയം തോന്നുകയും ഇഷ്ടം തോന്നുകയും ചെയ്തു. പക്ഷെ അവനെ തൊടാൻ പറ്റുകയോ സ്പർശിക്കാൻ പറ്റുകയോ ചെയ്യാത്തതിൽ അവൻ അതീവ നിരാശയുണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു നാർസിസസ് തന്റെ മുഖത്തിന്റെ പ്രതിഫലനം വെള്ളത്തിൽ അവൻ കാണുന്നത്. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയും അതിനോട്, ആ പ്രതിഫലനത്തോട്, അവന്റെ മുഖത്തോട് അവന് പ്രേമവും സ്നേഹവും ഇഷ്ടവുമൊക്കെ, എന്തെന്നില്ലാത്ത ഇഷ്ടവുമൊക്കെ തോന്നുകയും അവൻ അതിൽ ഭ്രമിച്ചിരിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം മാസങ്ങളോളം അവൻ ആ റിഫ്ലക്ഷനിൽ നോക്കി അങ്ങനെ കിടന്നു. അങ്ങനെ ആ തടാകക്കരയിൽ അവന്റെ റിഫ്ലക്ഷൻ നോക്കി, പ്രതിഫലനം നോക്കി കിടന്നുകൊണ്ടാണ് അവൻ മരിച്ചത്. നാർസിസസ് മരിക്കുന്നത് എന്നാണ് കഥ. തടാകത്തിലെ വെള്ളത്തിൽ തന്റെ പ്രതിഫലനം കണ്ട് ഭ്രമിച്ച നാർസിസസ് അത് നോക്കി ദിവസങ്ങളോളം ഭ്രമിച്ചു കിടന്നു. ആ നിരാശയിൽ, ആ വിഷാദത്തിൽ അവിടെ കിടന്നു മരിച്ചു എന്നാണ് ഗ്രീക്ക് പുരാണം. നാർസിസസിന്റെ ശരീരം വെള്ളത്തിൽ ലയിക്കുകയും അവിടെ മനോഹരമായ ഒരു പുഷ്പം ഉണ്ടാകുകയും ചെയ്തു. ഡാഫോഡിൽ വളർന്നു വരികയും ചെയ്തു എന്നാണ് ഗ്രീക്ക് പുരാണ കഥ പറയുന്നത്. നാർസിസിന്റെ ഈ കഥ ഗ്രീക്ക് പുരാണങ്ങളിൽ മാത്രമല്ല, മനഃശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലകളിലുമെല്ലാം ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നാർസിസത്തിന്റെ കഥ സെൽഫ് ലവിന്റെ അതിരുകൾക്കപ്പുറമായിരുന്നു. നാർസിസം എന്ന ഈ പേരിൽ നിന്നാണ് നാർസിസം സ്വഭാവ ഗുണം, നാർസിസ്റ്റിക് ഡിസോർഡർ,
പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന പേര് വന്നത്. അതിരുകടന്ന സ്വയം സ്നേഹവും സെൽഫ് ലവും മറ്റുള്ളവരോടുള്ള അവഗണനയും എമ്പതി ഇല്ലായ്മയുമൊക്കെയാണ് ഈ ഡിസോർഡറിന്റെ പ്രാധാന്യം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.